നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഇപ്പോഴും റോഡും തോടും ഒരേപോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. റോഡിലും വെള്ളമുണ്ട്. വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വീടിനകത്ത് മുഴുവൻ ചെളി കയറി വൃത്തിഹീനമായിരിക്കുകയാണ്. നമുക്ക് പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. വീടുകളൊക്കെ ഇപ്പോൾ ആൾക്കാർ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യമില്ല. നാളെ ഇത് തന്നെ ആവർത്തിക്കും. മനസ്സിലായി. ഈ മഴക്കാലം വരുമ്പോഴേക്കും എന്തെങ്കിലും ഇവിടൊക്കെ MLA അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഒരു യോഗം വിളിച്ചു കൂട്ടിയോണ്ടൊന്നും കാര്യമില്ല. എല്ലാ വർഷവും ഇവിടെ വെള്ളം ഇങ്ങനെയാണ്. ഇതിനുള്ള പരിഹാരവും അവർക്ക് അറിയാം. വ്യക്തമായ പരിഹാരം ഉണ്ടായിട്ട് പോലും അവരതൊന്നും ചെയ്യാണ്ട് എല്ലാ വർഷവും വന്ന് നോക്കി പോയിട്ട് യാതൊരു കാര്യമില്ല. ഇന്നിപ്പം മന്ത്രി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. മന്ത്രി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം? മന്ത്രിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. 2 വർഷം മുമ്പ് ഇവിടെ വന്ന് മന്ത്രി നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ 14.5 കോടി രൂപ അനുവദിച്ച പാസ്സാക്കിയിട്ടുള്ളതാണ്. അതിന് ഫണ്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പാസ്സാക്കിയത് നടപടിയാക്കി ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്ന നഗരസഭയാണ് കളമശ്ശേരി നഗരസഭ. അതറിയോ? ഇവിടെ കളമശ്ശേരി നഗരസഭയിൽ ഫണ്ടില്ലെന്നും പറയുന്നതിന് യാതൊരു കാര്യമില്ല. കളമശ്ശേരി നഗരസഭയല്ല ഫണ്ടില്ലെന്ന് പറയുന്നത്, ഇറിഗേഷൻ വകുപ്പിനാണ് ഫണ്ടില്ലെന്ന് പറയുന്നത്. ഇത് പാസ്സാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടപടിയെടുക്കണം. ഇവിടെ കയ്യേറ്റങ്ങൾ ഒരുപാടുണ്ട്. കയ്യേറ്റങ്ങൾ അതിന് ഒത്താശ ചെയ്യുന്ന കൗൺസിലർമാർ വരെയുണ്ട്. ഇപ്പോൾ അവിടെ 30-ാം വാർഡിന് ഒരു 15 മീറ്റർ 10.5 ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ തോട് കയ്യേറിക്കൊണ്ട് 15 മീറ്റർ സ്ലാബ് വാർത്തിരിക്കുന്നത്. ആകെ 2-3 ലക്ഷം രൂപ ചെലവ് വരുള്ളൂ. അതിന് 10.5 ലക്ഷം രൂപയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അത് ഫണ്ട് അനുവദിച്ചുകൊണ്ട് സ്ലാബ് വാർത്തിരിക്കുന്നത്. ഇതെല്ലാം കയ്യേറ്റങ്ങളാണ്. എല്ലാവരുടെ ഒത്താശയുണ്ട്. ഈ ഒത്താശ മുഴുവനും മാറ്റിയാൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. അതാണ് ആ ചേട്ടൻ പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള കയ്യേറ്റം ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് പൊളിച്ചു മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ പറയുന്നത് സർക്കാരിന്റെ പദ്ധതിയുണ്ട്, പക്ഷേ ഫണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളുടെ നിന്ന് പിരിക്കുമ്പോൾ ജനങ്ങളുടെ ഈ ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സർക്കാർ ചെയ്യുക? അപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ നീട്ടുമ്പോഴാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പലരും കരഞ്ഞു പറഞ്ഞിട്ട് അവർ തന്നെ പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇനി ലൈവ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവരുടെ അനുഭവമാണ് അത്. ഇത്രയും വർഷമായിട്ടും അവരിങ്ങനെ പരാതികൾ പറഞ്ഞ് പോയിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം. കാരണം ഈ വർഷങ്ങളിലൊക്കെ അവർ സമ്പാദിച്ചതൊക്കെയാണ് ഇങ്ങനെ വെള്ളമെടുത്ത് കൊണ്ടുപോകുന്നത്. ഇനി വീണ്ടും സമ്പാദിക്കണമെങ്കിൽ അതിനനുസരിച്ച് കഷ്ടപ്പെടണം. ഈ രാവിലെ ഒരു തയ്യൽ തൊഴിലാളിയായ ചേച്ചിയാണ് നമ്മളോട് കരഞ്ഞു പറഞ്ഞുകൊണ്ട് പോയത്. നിങ്ങൾ ഇങ്ങനെ ലൈവ് ചെയ്തിട്ട് എന്താണ്, ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം അവർ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. അവരിനി പ്രതിഷേധിക്കാൻ പോലും അവർ കഴിയില്ല. കാരണം ഒരു ദിവസം ജോലിക്ക് അവരൊക്കെയും ലാഘവത്തോടെയും നിസ്സംഗതയോടെയും ഒക്കെ ഈ ദുരിതത്തെ കണ്ടു തുടങ്ങിയിരിക്കുന്നു, ശീലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ.